പെരുന്നാൾ ആഘോഷിക്കുകയാണല്ലോ. അന്തോനീസിൻ്റെ ആദ്യമുള്ള പേര് ആന്റണി എന്നായിരുന്നില്ല, മറിച്ച് ഫെർണാണ്ടോ എന്നായിരുന്നു. ഫുൾ നെയിം ഫെർണാണ്ടോ മാർട്ടിൻസ്. അദ്ദേഹം 1195 ഓഗസ്റ്റ് 15 പോർച്ചുഗലിലെ ലിസ്ബണിൽ ജനിച്ചു. 35 വർഷം മാത്രമേ ജീവിച്ചുള്ളൂ. 1231 ജൂൺ 13 ഇറ്റലിയിലെ പാദുവായിൽ വെച്ച് മരണമടയുകയും അവിടെ അദ്ദേഹത്തെ സംസ്കരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ വളരെയേറെ ദൈവഭക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ പറ്റി പല കഥകൾ, പ്രത്യേകിച്ച് പല അത്ഭുതങ്ങളും വിവരിക്കുന്നുണ്ട്. ചുരുക്കം ചേർന്ന് നിങ്ങളെ അനുസ്മരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അദ്ദേഹം ചെറുപ്പത്തിലെ കൂട്ടുകാരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് ചോദിച്ചു, കൂട്ടുകാരൊക്കെ കളിക്കുമ്പോൾ ആ കൂടെ എനിക്ക് കളിക്കാൻ പേരെ എന്ന് പറയുമ്പോൾ അവൻ പറയുന്നത്, കളിക്കുന്നതൊക്കെ എനിക്ക് സന്തോഷമാണ്, പക്ഷേ അതിനേക്കാൾ എനിക്ക് ആനന്ദം നൽകുന്നത് ഞാൻ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് അമ്മ ഭക്ഷണം കൊടുക്കുമ്പോൾ അവൻ കൂടുതൽ ആഹാരം ആവശ്യപ്പെടും. എന്താണെന്ന് നോക്കിയപ്പോൾ അവന് കിട്ടുന്ന ആഹാരം അവന് അത്യാവശ്യത്തിന് കഴിച്ചിട്ട് ബാക്കിയെല്ലാം അവന് അവിടെയുള്ള പാവപ്പെട്ട ആളുകൾക്ക്, ഹോംലെസ് ആയിട്ടുള്ള ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അവിടെ പിന്നെ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവൻ ചോദിക്കുമ്പോഴെല്ലാം കൂടുതൽ ബ്രെഡ് കൊടുക്കും. അതെല്ലാം അവൻ കൊണ്ടുപോയി ഇങ്ങനെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കും. അങ്ങനെ ആ അമ്മ തന്നെ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ അവനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഒരിക്കലും പിതാവ് അവനൊരു ചുമതല കൊടുത്തു. അതായത് അവരുടെ കൃഷി സ്ഥലത്ത് ധാരാളം പക്ഷികൾ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അനുഭവമാണല്ലോ, വിളഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് അതെല്ലാം കുത്തിപ്പറിച്ചു കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ ധാന്യം ഒരുപാട് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരു വടി കൊടുത്തിട്ട് ഈ പറവകൾ വരുമ്പോൾ അവയെല്ലാം നാട്ടി ഓടിക്കാൻ പറയും. അതിനുശേഷം അവന്റെ പിതാവ് കുറച്ച് സമയം കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഫെർണാണ്ടോയെ അവിടെ കാണുന്നില്ല. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവനെ പള്ളിയിൽ മണിയടിച്ചപ്പോൾ അവൻ പ്രാർത്ഥിക്കാൻ പോയി. അപ്പൊ അതുകൊണ്ട് പിതാവിന് ദേഷ്യം വന്നു. പിതാവ് അവനെ ചെന്ന് പള്ളിയിൽ ഇറക്കിക്കൊണ്ട് വന്നു. നീ എന്തുകൊണ്ടാണ് എന്നെ അനുസരിക്കാതെ ഈ പ്രാർത്ഥിക്കാൻ പോയതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കാര്യം കാണിക്കാം. അവരുടെ വീടിന്റെ മുകളിലേക്ക് നിന്നിട്ട് അവിടുത്തെ ഒരു മുറി തുറന്നിട്ട് അതിനകത്ത് മുഴുവൻ പക്ഷികളാണ്. കാരണം പള്ളി മണിയടിക്കുന്ന കേട്ടപ്പോൾ അവൻ പ്രാർത്ഥിക്കാൻ പോകണം. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, അവൻ വീട്ടിലേക്ക് ചെന്നിട്ട് അവരുടെ മുറിന്റെ മുറിയൊക്കെ തുറന്നിട്ടിട്ട് അതിന്റെ ജനാല തുറന്നിട്ടിട്ട് പക്ഷികളോടെല്ലാം അങ്ങോട്ട് വരാൻ പറഞ്ഞു. ആ പക്ഷികളെല്ലാം അട്ടാക്കി കൂട്ടിയിട്ടിട്ട് അവന് പ്രാർത്ഥിക്കുവാൻ പോയി. വേറെ ഒരു കൂട്ടുകാരെ കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബദ്ധവശാൽ ഒരു കുട്ടി പന്ത് അടിച്ചോ എങ്ങനെയോ ഒരു കലം പൊട്ടിപ്പോയി. അപ്പോൾ അന്നത്തെ കാലത്ത് കലമൊക്കെ വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീകളായിരുന്നു അത്. അവരിൽ നിന്ന് കരയാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഇവൻ പ്രാർത്ഥിക്കുകയും ആ കലം അതിൻ്റെ പൂർവ്വസ്ഥിതിയിൽ എത്തുകയും ചെയ്തു. അങ്ങനെ ചെറുപ്പം മുതലേ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാനുള്ള ഒരു ഗിഫ്റ്റ് ഈ ആന്റണിക്ക് ഫെർണാണ്ടോയ്ക്ക് ദൈവം കൊടുത്തിരുന്നു. 15-ാമത്തെ വയസ്സിൽ അവർ സന്യാസിയാകുവാൻ ആഗ്രഹിക്കുകയും ലിസ്ബണിൽ തന്നെയുള്ള അഗസ്റ്റീനിയൻ സന്യാസിമാരുടെ സന്യാസ മഠത്തിൽ ചെന്ന് ചേരുകയും ചെയ്തു. ആ കാലഘട്ടത്തിലാണ് നോർത്ത് ആഫ്രിക്കയിലെ മൊറോക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രാൻസിസ്കൻ സന്യാസിമാര് 5 പേര് രക്തസാക്ഷികളായി വധിക്കപ്പെട്ടു. അവിടുത്തെ സുൽത്താൻ അവരെ കൊന്നുകളഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അവരുടെ വിശേഷിപ്പുകൾ, അവരുടെ റിമൈൻസ് എല്ലാം ആഘോഷമായിട്ട് ലിസ്ബണിൽ കൊണ്ടുവരികയും അവിടെ ഭക്തിയാദരോടുകൂടി അവരെ സംസ്കരിക്കുകയും ചെയ്തു. അത് അന്ന് അഗസ്റ്റീൻ സന്യാസിയായിരുന്ന ഈ ഫെർണാണ്ടോയെ വളരെ സ്വാധീനിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്കും ഇതുപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിന് പോകണം, എനിക്കും ഈശോയ്ക്ക് വേണ്ടി മരിക്കണം, എനിക്കും ഒരു രക്തസാക്ഷിയാകണം. പക്ഷെ അത് അഗസ്റ്റീൻ സഭയിൽ നിന്നാൽ പറ്റത്തില്ല. തന്നെയല്ല, ഫ്രാൻസിസ്കൻകാരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിദ്യാസമ്പന്നമായ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ദാരിദ്ര്യത്തെ സ്നേഹിച്ചയാളാണ്. അപ്പൊ അതുകൊണ്ട് ദാരിദ്ര്യത്തെ സ്നേഹിക്കുന്ന ഫ്രാൻസിസ്കൻ സഭയിൽ എനിക്ക് ചേരണം എന്ന് പറഞ്ഞ് അദ്ദേഹം അഗസ്റ്റീൻ സഭയിൽ നിന്ന് അനുവാദം വാങ്ങിച്ച് ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു. അവിടുത്തെ അദ്ദേഹം പഠിക്കുന്ന സെമിനാരിയുടെ ചാപ്പലിന്റെ പേര് ആന്റണിയുടെ പേരിലായിരുന്നതുകൊണ്ട് ആ പേരാണ് അദ്ദേഹം പിന്നീട് സ്വീകരിക്കുക. അങ്ങനെയാണ് ഈ ഫെർണാണ്ടോ ആന്റണിയായി മാറുന്നത്. അതിനുശേഷം അദ്ദേഹം അധികാരികളുടെ അനുവാദത്തോടുകൂടി മൊറോക്കോയിലേക്ക് കപ്പൽ കയറി. പക്ഷേ പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് അസുഖമായി. അവിടെ അദ്ദേഹം തിരിച്ചു പറഞ്ഞു വന്നു. തിരിച്ചു പോരുന്ന കപ്പൽ തിരിച്ച് ലിസ്ബണിൽ അടുക്കാൻ പറ്റാതെ വന്നു. അതുകൊണ്ട് ഇറ്റലിയിലെ സിസിലിയിലാണ് വന്ന് അടുത്തത്. അതിനുശേഷം അദ്ദേഹത്തെ നാട്ടുകാരും കൂടി ചികിത്സിച്ച് സുഖപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം അവിടെ ഇറ്റലിയിലും ഒക്കെയായിട്ട് തുടരുകയായിരുന്നു. അങ്ങനെ നമ്മൾ അന്തോണീസ് പുണ്യാളനെ പറ്റി പല ആളുകൾ പറയുന്ന
നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ കണ്ടുകിട്ടുന്ന ഒരു വിശുദ്ധനായിട്ടാണ്. അതിലൊരു കാരണം പറയുന്നത് അദ്ദേഹം വലിയ ബൈബിൾ പണ്ഡിതനാണ്. ഒരിക്കൽ ബൈബിള് ഭയങ്കരമായി സ്നേഹിക്കുകയും പഠിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഒരിക്കലൊരു വൈദിക പട്ടം കൊടുക്കുന്ന അവസരത്തിൽ ഒരു ഡൊമിനിക്കൻ വൈദികരോടാണ് പ്രസംഗിക്കാൻ പറഞ്ഞിരുന്നത്. മെത്രാന്മാരും വൈദികരും വലിയ ജനക്കൂട്ടമൊക്കെ ഉള്ള മെത്രാൻ ഒരു വൈദിക ശുശ്രൂഷ നടക്കുകയാണ്. അപ്പോൾ അതിന് പ്രസംഗിക്കാനായിട്ട് പറഞ്ഞാൽ അച്ഛൻ സമയത്ത് വരാൻ പറ്റിയില്ല. അങ്ങനെ വന്നപ്പം പെട്ടെന്ന് പ്രസംഗിക്കാൻ ആന്റണി എന്ന സന്യാസിയോട് പറയുന്നു. അദ്ദേഹം അതിന് വിവിധത കാണിച്ചെങ്കിലും അനുസരണത്തിന്റെ പേരിൽ അദ്ദേഹം പ്രസംഗിച്ചു. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം നിറഞ്ഞ് അദ്ദേഹത്തിന്റെ ആ പ്രസംഗം വളരെ പ്രസിദ്ധമായി. അതുകൊണ്ട് സെമിനാരി പഠിപ്പിക്കുകയാണ്. സെമിനാരി പഠിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ അതിലുള്ള പുസ്തകത്തിൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുവാനുള്ള നോട്ടുകളെല്ലാം ആ പുസ്തകത്തിൽ തന്നെയാണ് അദ്ദേഹം രേഖപ്പെടുത്തുക. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്നത്തെ പോലെയല്ല, അന്ന് പുസ്തകമൊക്കെ പ്രിന്റിംഗ് പ്രസ് ഇല്ലാത്ത കാലമാണ്. പുസ്തകത്തിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ ഈ പുസ്തകം കാണാതെ പോയി. അപ്പോൾ എങ്ങനെ പോയി എന്ന് അദ്ദേഹത്തിന് അറിയാൻ പാടില്ല. അദ്ദേഹം ദൈവത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. എങ്ങനെയെങ്കിലും എനിക്ക് ആ പുസ്തകം കണ്ടിട്ടുണ്ട്. നമ്മുടെ ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് എല്ലാം സേവ് ചെയ്തിരിക്കുന്നത് അടിച്ചു പോയാൽ അത് റിക്കവർ ചെയ്യാൻ വരാതെ വന്നാൽ നമുക്ക് എന്തുമാത്രം നഷ്ടമാണ് എന്ന് പറഞ്ഞു പോയാൽ അദ്ദേഹം വളരെ വിഷമമായി. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അത് എടുത്തുകൊണ്ട് പോയത് സെമിനാരിൽ പറഞ്ഞു വിട്ട ഒരു എക്സെമിനാരിനായിരുന്നു. അവന് പിന്നീട് മനസ്സാന്തരം ഉണ്ടാവുകയും അവൻ ആ പുസ്തകം തിരിച്ചു കൊണ്ടുവന്ന് അത് അതോടെ ഏൽപ്പിക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് ഈ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആളായിരുന്നു അദ്ദേഹത്തെ അറിയപ്പെടുക. മറ്റൊന്ന് ഈ അദ്ദേഹം ഒരു റിമിനി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. അവിടുത്തെ ആളുകളെ മനസ്സാന്തരപ്പെടുത്താൻ വേണ്ടിയാണ്. അവരെല്ലാം ഭയങ്കര പാപികളാണ്. അവർക്ക് ആർക്കും ദൈവവചനം കേൾക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് അവരെല്ലാം അദ്ദേഹത്തിന്റെ ആ നാട്ടിലെ നേതാവ് ഉൾപ്പെടെ അദ്ദേഹത്തെ പുറന്തള്ളി. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം അവിടെ ആരും ഉപയോഗിക്കാതെ വിജനമായി കിടന്ന പഴയ ഒരു പള്ളിയിൽ പോയി അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, നീ ധൈര്യമായിട്ട് നീ തുടർന്ന് നിന്റെ പ്രവർത്തനം തുടരുക. തന്നെ ശ്രമിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് കടൽത്തീരത്ത് എന്നിട്ട് ആ കടലിലുള്ള മത്സ്യങ്ങളോടായി അദ്ദേഹത്തിന്റെ പ്രസംഗം. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ മത്സ്യം കയറി വരികയാണ്. ഓരോ അത്ഭുതങ്ങളാണ്. അങ്ങനെ മത്സ്യം വന്നു അദ്ദേഹം ഈ മത്സ്യത്തോടെല്ലാം പ്രസംഗിക്കുന്നു. ഇത് കണ്ട ആൾക്കാർ നഗരത്തിൽ പോയി ആൾക്കാരെ എല്ലാം അറിയിച്ചു. ആൾക്കാരെല്ലാം ഓടി ഈ അത്ഭുതം കാണാൻ വേണ്ടി. അപ്പൊ അദ്ദേഹം മത്സ്യത്തോട് പ്രസംഗിക്കുന്നു. മത്സ്യമെല്ലാം ഇങ്ങനെ തലയുയർത്തുകയും വെള്ളത്തിൽ തലയുയർത്തിരിക്കുകയാണ്. അദ്ദേഹം അവർക്കെല്ലാം അവസാനം ആശീർവാദം കൊടുത്ത് അവരെ പറഞ്ഞു വിടുന്നു. അതിനുശേഷം ആളുകൾ അദ്ദേഹത്തെ ശ്രമിക്കുകയും അദ്ദേഹത്തെ മാനസാന്തരത്തിലേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ മാനസാന്തരത്തിൻ്റെതായ പല അത്ഭുതങ്ങളാണ് അദ്ദേഹം പ്രവർത്തിക്കുക. ഇതിലുള്ള ധാരാളം കഥകളുണ്ട്. മറ്റൊരു കഥയിലാണ് അദ്ദേഹത്തിന്റെ സ്റ്റാർട്ട് എന്നാണ് പറയുക. അതായത് കഥ ഇതാണ്: ധനികനായ ഒരു മനുഷ്യൻ മരിച്ചു. അയാൾ വളരെ പോപ്പുലറാണ്, വളരെ സമ്പന്നനാണ്. അതുകൊണ്ട് സമ്പന്നന്മാരായ അനവധി ആളുകൾ അദ്ദേഹത്തിന്റെ മരിച്ചെടുക്കൽ വന്നു കൂടിയിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധനായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഈ അന്തോനിസന്റെ പ്രസിദ്ധനായതുകൊണ്ട് അദ്ദേഹത്തെ പ്രസംഗിക്കാൻ വിളിച്ചു. പക്ഷെ അദ്ദേഹം ഒരു കാര്യം തുറന്നൊക്കെ പറഞ്ഞു. അതായത് നിന്റെ നിക്ഷേപം അവിടെയായിരിക്കുമോ അവിടെയായിരിക്കും നിന്റെ ഹൃദയം. എന്നാൽ ഈശോ പഠിപ്പിച്ച ആ കാര്യം ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, ഈ കിടക്കുന്ന മനുഷ്യന്റെ ഹൃദയം അദ്ദേഹത്തിന്റെ ശരീരത്തിലില്ല. അദ്ദേഹത്തിന്റെ പണപ്പെട്ടി എവിടെയാണോ അവിടെയാണ് അദ്ദേഹത്തിന്റെ ഹൃദയവും. നമ്മുടെ പലരുടെയും ഹൃദയം ഇവിടെ കാണുന്നുള്ള സംശയം. കാരണം പണപ്പെട്ടി തുറന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ദേഷ്യം വന്നു. അവിടെ അവരുടനെ തന്നെ ഇത് അന്തടി പറഞ്ഞ് തെറ്റാണ് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവർ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ സേഫ് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ഹൃദയം ഇരിക്കുന്നു. അപ്പൊ അവർക്ക് സംശയം, ഈ പറഞ്ഞ ഹൃദയം വേറെ ഉണ്ടോ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ? അതിന് വേണ്ടിയിട്ട് ഒരു സർജനെ വിളിച്ചുകൊണ്ട് വന്ന് അദ്ദേഹത്തിന്റെ ചെസ്റ്റ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഹൃദയമില്ല. അങ്ങനെയാണ് പല സമ്പത്തിനെ ആശ്രയിച്ചിരുന്ന പല ആളുകളുടെയും മാനസാന്തരത്തിലേക്ക് വന്നത്. അപ്പൊ അതൊരു ചൂണ്ടിയാണോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ ധനത്തോടുള്ള ആർത്തി, അല്ലെങ്കിൽ ഈ എന്റെ പിടിവാശി, ഇതൊക്കെ മാറിയിട്ട് ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ഹൃദയമായിട്ട് നമുക്ക് മാറുവാനായിട്ട് സാധിക്കണം. ഇനി അങ്ങനെ ചൂണ്ടിയാളിന്റെ രൂപത്തെ നോക്കുമ്പോൾ നമുക്കറിയാം, സാധാരണഗതിയിൽ യോസേഫ് ഒരു വിഷയം പിടിച്ചുകൊണ്ടിരിക്കും, മാതാവ് പിടിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ റിയലായിട്ട് അവരൊരു വിഷയം പിടിച്ചുകൊണ്ടിരുന്നത്. ഇത് 13-ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണ് അന്തോനിസ് കൂടിയാണ് ഉമീശോയെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിന് ഒരു കഥയുണ്ട്. അതായത് അന്തോനിസ് കൂടിയാണ് കയ്യിൽ ഈ ഉമീശോ മാത്രമല്ല, ചില പൂർണ്ണമായ രൂപങ്ങളിലാണെങ്കിൽ തുറന്നു വെച്ച സുവിശേഷ പുസ്തകവും അതിന് മുകളിൽ ഇരിക്കുന്ന ഉമീശോയും അതോടൊപ്പം ഒരു ലില്ലി പൂവും കാണും. അതിന്റെ അർത്ഥത്തിലാണ് ലില്ലി പൂവ് മിക്കവാറും വിശുദ്ധമാർക്കെല്ലാം കൊടുക്കുന്നതാണ്, ജീവിത നൈർമല്യത്തെയാണ് അത് സൂചിപ്പിക്കുക. എന്നാൽ തുറന്നു വെച്ച
വേദപുസ്തകം സുവിശേഷം എന്ന് പറയുന്നത് അത് ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുക. ബൈബിളിനെ അദ്ദേഹം അത്രമാത്രം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഒരു തുറന്നു വെച്ച ബൈബിള് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത്. ഇനി ഉണ്ണീശോ അദ്ദേഹത്തിന്റെ കൈ വരാനുണ്ടായ കാരണം അദ്ദേഹം ഒരു വീട്ടില് ആതിഥേയനായി ചെന്നു. അങ്ങനെ ചെന്നപ്പോൾ അദ്ദേഹം തന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നത് കണ്ടപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ആതിഥേയൻ ഒന്ന് ഒളിഞ്ഞു നോക്കി. അപ്പോൾ അവിടെ അദ്ദേഹം മുൻകൂട്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ അടുക്കൽ ഈശോ ശിശുമായ ഈശോ അദ്ദേഹത്തോട് സംസാരിക്കുന്നതായിട്ടുമാണ് കാണുക. അതുകൊണ്ട് അന്തോണീസ് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനൊരു കാര്യം ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിക്കുന്നത് വരെ ഈ കാര്യം പുറത്ത് പറയരുത്. അപ്പൊ അങ്ങനെ ഈശോയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ഈശോയുമായി സംഭാഷണം നടത്തുകയും ഈശോയെ ദൈവവചനത്തെ സ്നേഹിക്കുകയും ചെയ്തതിന്റെ പ്രതീകമായിട്ടാണ് അത് അറിയപ്പെടുക. ഇനി അദ്ദേഹം മരിച്ചിട്ട് 30 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നതിന് സാധാരണ രീതിയിൽ കവറടം തുറന്നു നോക്കുമല്ലോ. അങ്ങനെ 30 വർഷം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നാവ് മാത്രം ജോ ബോൺസ് ഒന്നും അഴുകിപ്പോയില്ല, ബാക്കിയുള്ളതൊക്കെ അഴുകിപ്പോയി. അതിന്റെ കാരണം അദ്ദേഹം വചനം പ്രസംഗിച്ചു. അതുകൊണ്ട് ദൈവം ഒരു പ്രത്യേകമായിട്ടുള്ള അത്ഭുതകരമായിട്ട്, അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ പാതുവായിലെ അദ്ദേഹത്തിന്റെ ആ വിശുദ്ധിക്കായി ചെല്ലുമ്പോൾ അവിടെ ആ വിശേഷിപ്പാണ് നമ്മൾ കാണാനും വണങ്ങുവാനായിട്ടും അവിടെ പ്രത്യേകം വെച്ചിട്ടുണ്ട്. പോയിട്ടുള്ളവർക്ക് കണ്ടിട്ടുണ്ടാണ്. ഇനി മറ്റൊരു അത്ഭുതം അദ്ദേഹത്തിന് മരണശേഷം പറയുന്നുണ്ട്. അതിന്റെ കഥയിലാണ് ഈ ബസിക്കാരി അടുത്ത് അവിടുത്തെ അഞ്ജലിയുടെ വിശുദ്ധ ലക്ഷണായിന് അടുത്തുള്ള ഒരു വീട്ടില് ഒരു പാവപ്പെട്ട സ്ത്രീയെ അവിടെ ഏതാണ്ട് 20 മാസം പ്രായമുള്ള ടോമി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, അടുക്കളയിലുണ്ട്. അവിടെ ഒരു വലിയ ചെമ്പിനകത്ത് അല്ലെങ്കിൽ ഒരു വലിയ പാത്രത്തിനകത്ത് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അവൾ മറ്റു ജോലിയിൽ വ്യാപകമായിരിക്കുമ്പോൾ ഈ കുട്ടി അവന്റെ ആകാംക്ഷ കൊണ്ട് ഒരു സ്റ്റൂൾ പിടിച്ചിട്ട് അതിൽ നിന്ന് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ ആ കുട്ടിടത്തിലേക്ക് നോക്കുകയാണ്. അവിടെ തിളച്ചു മറിയാൻ്റെ വെള്ളത്തിൽ അവൻ അവന്റെ ഇമേജ് കണ്ടു. അവനത് എന്താണെന്ന് മനസ്സിലായില്ല. അവനങ്ങനെ അതിലേക്ക് കയറാൻ നോക്കിയപ്പോൾ അതിലേക്ക് മറിഞ്ഞു വീണ് അവൻ മരിച്ചു. അമ്മ വന്ന് അവന്റെ ബോഡി പുറത്തെടുത്തു. അമ്മ ബാബുവിൽ നിലവിളിച്ചു. അമ്മയുടെ നിലവിളി അത്ര ഉച്ചത്തിലായപ്പോൾ അയലോക്കത്തോടെല്ലാം ഓടിക്കൂടി. ആളുകൾ പലരും സന്യാസിമാർക്ക് ഈ അതിൻ്റെ ഷ്രൈനിലുള്ള അച്ഛന്മാർക്ക് ആളയച്ചു. അവർ വന്നു, എല്ലാവരും പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴേ നേർച്ച നേർന്നു. എന്തൊരു വെച്ചാൽ ഇങ്ങനെ മധ്യസ്ഥം വഴിയായിട്ട് എൻ്റെ ശിശു പുനർജനിക്കുകയാണ് എങ്കിൽ ഈ കുഞ്ഞിൻ്റെ തൂക്കമുള്ള അത്രയും ബ്രെഡ് ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുത്തുകൊള്ളാം. അങ്ങനെയാണ് അത് കഴിഞ്ഞപ്പോൾ ഒരു ഉറക്കത്തിൽ എഴുന്നേറ്റ് വരുന്നത് പോലെ ഈ ശിശു കണ്ണു തുറന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വരികയും അതുകൊണ്ട് അവള് അത് ദൈവത്തിന് അവരെ കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഇപ്പോഴും സെന്റ് ആന്റണീസ് ബ്രെഡ് എന്ന് പറയുന്ന ഒരു നേർച്ചയുണ്ട്. അതായത് പാവപ്പെട്ട ആളുകൾക്ക് ബ്രെഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ ആഹാരം കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെ പരസ്നേഹത്തിന്റെയും മാനസാന്തരത്തിന്റെയും പങ്കുവെക്കലിന്റെയുമായ സന്ദേശമാണ് വിശുദ്ധ അന്തോനീസിലൂടെ നമുക്ക് ലഭിക്കുക. നമ്മൾ പലരും ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാണാതായ സാധനത്തിന് വേണ്ടിയാണ് അന്തോനീസ് പുണ്യാളന്റെ ബാധ്യസ്ഥം നേടുക. എന്നാൽ അതിനേക്കാൾ ഉപരിയാണ് അന്തോനീസ് പുണ്യാളന്റെ ജീവിതം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർത്തുകയും പങ്കുവയ്ക്കുവാനായിട്ട് കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യണം. കുട്ടികൾക്ക് ഗിഫ്റ്റ് കിട്ടിയാൽ പക്ഷേ അതിൻ്റെ ഒരു 10% നിങ്ങൾ പാവങ്ങളെ സഹായിക്കണം അല്ലെങ്കിൽ നേർച്ച ചെയ്യണം എന്ന് പഠിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ വന്നാലേ ഉള്ളൂ അവരുടെ പിന്നീട് വളർന്നു വരുമ്പോൾ പങ്കുവയ്ക്കുന്നതിന്റെ ആനന്ദം അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. സ്വാർത്ഥമതികളായിട്ട് മാത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ പോരാ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫെർണാണ്ടോയുടെ ജീവിതത്തിൽ അനുകരിക്കാവുന്ന ധാരാളം പാഠങ്ങൾ നമുക്കുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി മാനസാന്തരത്തിലേക്ക് നമ്മുടെ മാനസാന്തരവും മറ്റുള്ളവരുടെ മാനസാന്തരവും. നമ്മൾ വിചാരിക്കുക ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, മറ്റുള്ളവരുടേതെല്ലാം തെറ്റാണ്. നേരെ മറിച്ച് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. അവിടെ നമ്മളിലേക്ക് തന്നെ തിരിയുവാനും നമ്മളിലെ മാറ്റം വരുത്തുവാനും അങ്ങനെ അന്തോനീസ് പുണ്യാളന്റെ മധ്യസ്ഥം നമുക്ക് തേടണം.